ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് തോഫു കൊണ്ട് ഒരു വെജിറ്റേറിയൻ സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തോഫു എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 2 സ്ക്വയർ പീസസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് പൊടിക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചാൽ വരും. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം 2 സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ തോഫു എന്ന് പറയുന്നത് നമ്മുടെ പനീർ പോലെ തന്നെയാണ്. പനീർ പാലിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്, തോഫു സോയാബീനിലാണ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ പൊടിച്ചു വെച്ച തോഫു ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ തോഫു എന്ന് പറയുന്നത് പ്രോട്ടീനിന് വളരെ കൂടിയ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇത് ശരിക്കും നമ്മുടെ ഒറിജിനൽ എഗ് പൊടിമാസ് പോലെ തന്നെ ഇരിക്കും, ടേസ്റ്റും അതുപോലെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് പെപ്പർ പൗഡർ ഇതിനോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഞാൻ അതിൽ നിന്ന് പകുതി ഭാഗം ഞാൻ വേറൊരു ബൗളിലോട്ട് ചേർത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാണ്. ഇനി ഇതൊരു ബൗളിൽ ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ചേർത്ത് ലാസ്റ്റ് ഫ്രൈ ചെയ്തതും ആദ്യത്തെ നമ്മൾ ബൗളിൽ മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും ഒറിജിനൽ എഗ്ഗ്, സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ തന്നെ ഇരിക്കും. ആർക്കും ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല എഗ്ഗ് അല്ല എന്ന്. കഴിച്ചു നോക്കുമ്പോഴും ശരിക്കും ആ ഒരു എഗ്ഗിൻ്റെ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് വെജിറ്റേറിയൻസിന് വളരെ ഉപകാരമുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാ പേരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.